നല്ല കോമഡി സിനിമകൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം സിനിമകൾ നിറഞ്ഞ ഓഡിയൻസിനോടൊപ്പം കണ്ട് എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ, ആ ഒരു വൈബ് ഡിഫറൻ്റ് ആണ്. അതൊരിക്കലും നമുക്ക് ടി വിയിലോ അല്ലെങ്കിൽ OTT വരുമ്പോൾ കിട്ടില്ല എന്നുള്ളത് ഒരു 100% ഉറപ്പുള്ള കാര്യമാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ. നിങ്ങൾ തിയേറ്ററിൽ കണ്ടതിന് ശേഷം ഒരുപക്ഷെ OTT അല്ലെങ്കിൽ ടി വിയിൽ കാണുമ്പോൾ ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സോ അതുപോലെ തന്നെ തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന നല്ല ഒരു കോമഡി എൻ്റർടൈനർ അനിമേഷൻ ഫിലിമാണ് കുങ്ഫു പാണ്ട 4 എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങളൊരു കുങ്ഫു പാണ്ട ഫ്രാഞ്ചൈസി ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ കാര്യങ്ങളും സിനിമയിലുണ്ട്. ഞാൻ തൃശ്ശൂർ ശോഭ സിറ്റി ഐനോക്സ് തിയേറ്ററിലാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഓൾമോസ്റ്റ് തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിരുന്നു. ഇഷ്ടംപോലെ ഫാമിലീസ് കാര്യങ്ങളും കുട്ടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നല്ല വൈബോട് കൂടിയിട്ട് ഒരുപാട് ചിരിച്ച് എൻജോയ് ചെയ്ത് ഉല്ലസിച്ച് കണ്ടൊരു സിനിമയാണ് കുങ്ഫു പാണ്ട 4. കുങ്ഫു പാണ്ട ഫ്രാഞ്ചൈസിയിലെ 4ാമത്തെ സിനിമയാണ് ഇത്. ഓൾറെഡി ഇറങ്ങിയിട്ടുള്ള 3 സിനിമകളും അതിഗംഭീര സിനിമകളായിരുന്നു. അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിട്ട് കൂടിയിട്ട് തന്നെയാണ് കുങ്ഫു പാണ്ട 4 എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലറിലുള്ള കാര്യം തന്നെയാണ്, സ്പോയിലറൊന്നുമല്ല. ഡ്രാഗൺ വാരിയർ ആയിട്ടുള്ള പോ തൻ്റെ അടുത്ത ഡ്രാഗൺ വാരിയറെ കണ്ടെത്തണമെന്ന് മാസ്റ്റർ ഷിഫു വന്ന് പറയുകയാണ്. പക്ഷേ പോയ്ക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പോ ഡ്രാഗൺ വാരിയറായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇരിക്കെ തന്നെ കാത്തിരിക്കുന്നത് വലിയൊരു വില്ലനാണ്, കാമലിയൻ എന്ന് പറയുന്നൊരു വില്ലൻ. ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു വില്ലൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ മറ്റാളുകളുടെ വേഷത്തിലോട്ട് മാറാനായിട്ട് പറ്റും. അവരുടെ പവറും കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഗെയിൻ ചെയ്യാനൊക്കെ പറ്റുന്ന കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വില്ലനെ തേടിയുള്ള യാത്രയിൽ പുതിയതായിട്ടൊരു ക്യാരക്ടറും കൂടി ഇതിലോട്ട് വരുന്നുണ്ട്. സെൻ എന്ന് പറയുന്ന ഒരു ഫോക്സും കൂടി ഉണ്ട്. അപ്പോൾ തുടർന്നുണ്ടാകുന്ന യാത്രയും മറ്റു കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. സോ കാമലിയൻ എന്ന് പറയുന്ന ഒരു വില്ലനെ പോ എന്ന് പറയുന്ന ഒരു ഡ്രാഗൺ വാരിയറിന് ബീറ്റ് ചെയ്യാൻ പറ്റും. കാരണം തൻ്റെ എല്ലാ വില്ലന്മാരുടെയും പവർ ഈ കാമലിയൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിലുണ്ട്. സോ അതെങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം തന്നെ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രാഗൺ വാരിയറായിട്ടുള്ള പോക്ക് തൻ്റെ സക്സസറായിട്ടുള്ള അടുത്തൊരു ഡ്രാഗൺ വാരിയറെ കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു ചോദ്യചിഹ്നം. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലൂടെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു 1.5 മണിക്കൂർ ഡ്യൂറേഷനുള്ളിൽ തന്നെ ഒരുപാട് ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ ആസ് യൂഷ്വൽ കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജാക്ക് ബ്ലാക്ക് ആണ് ഇത് ഡബ് ചെയ്തിരിക്കുന്നത്. കിടിലനായിട്ടുണ്ട് ആ ഒരു റോളും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കുങ്ഫു പാണ്ട ഫ്രാഞ്ചൈസി ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുങ്ഫു പാണ്ട എത്ര നാളുണ്ടായിരുന്ന ഫ്രാഞ്ചൈസിയിലെ പല പല മെയിൻ ക്യാരക്ടേഴ്സും ഇതിലൂടെ റീ എൻട്രി ചെയ്യുന്നുണ്ട്. ആ സീനുകളും കാര്യങ്ങളൊക്കെ കിടിലനായിരുന്നു. അതൊരു പക്ഷേ ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ഒരു ഈസ്റ്റർ എഗ്സ് ഒക്കെ പോലെ എന്നുള്ള ഒരു ഫീലൊക്കെ തരുന്നുണ്ടായിരുന്നതൊക്കെ. ആ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിടിലനായിരുന്നു. ഇതിൻ്റെ ഒരു മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അനിമേഷൻ ചെയ്തിരിക്കുന്നത് ഡ്രീം വർക്ക് സ്റ്റുഡിയോസ് ആണ്. അപ്പോൾ അവരുടെ വർക്കുകൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാം ആ ഒരു സ്റ്റുഡിയോ എത്രത്തോളം കേപ്പബിൾ ആണെന്നുള്ളത്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം വർക്ക് സ്റ്റുഡിയോസിൻ്റെ ലോഗോ ഇതിൽ കാണിച്ചിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അവരുടെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാവിധ നല്ല ടോപ്പിൽ നിൽക്കുന്ന കിടിലൻ സിനിമകളെ ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഡ്രീം വർക്ക് സ്റ്റുഡിയോസ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ലോഗോ യൂഷ്വലായിട്ട് കാണിക്കുന്നതിന് പകരമായിട്ട് ആ കുട്ടി ചൂണ്ടിടുന്നതിന് പകരമായിട്ടുള്ള ഇത്തരം വിഷ്വലിലൂടെ പോയതും കാര്യങ്ങളും അവരുടെ ക്യാരക്ടേഴ്സിനെ കാണിച്ചതൊക്കെ കിടിലനായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഈ സിനിമയിൽ ഒരു കുറച്ച് പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ക്ലൈമാക്സ് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ നല്ല രസകരമായിട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചു ഇനിയും കുറച്ചും കൂടി ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച സമയത്ത് പെട്ടെന്ന് അവസാനിച്ച പോലെ ഒരു ഫീല് തോന്നിയിരുന്നു. അത് നമ്മുടെ ആസ്വാദനത്തെ വലിയ രീതിയിൽ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല. എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ കാര്യങ്ങളുണ്ട്. ഡയലോഗിലൂടെയുള്ള കോമഡീസ് ആണെങ്കിലും മാനറസത്തിലൂടെയുള്ള കോമഡീസ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസ് ആണെന്നുണ്ടെങ്കിലും ഫ്രാഞ്ചൈസി ഫോളോ ചെയ്യുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം പല പല ക്യാരക്ടേഴ്സ് ഇതിൽ റീ എൻട്രി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങൾ ഇതിലൂടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ അനിമേഷൻ ഫിലിമായിട്ടാണ് കുങ്ഫു പാണ്ട 4 എന്ന് പറഞ്ഞ മൂവി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ.